പ്രിയമുള്ളവരെ നമസ്കാരം. രാഹുൽ ഗാന്ധി ബീഹാറിൽ നടത്തുന്ന യാത്ര വലിയ ജനമുന്നേറ്റം ഉണ്ടാക്കുന്നു എന്ന രീതിയിൽ തന്നെയാണ് മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത്. പ്രത്യേകിച്ചും കഴിഞ്ഞ ദിവസങ്ങളിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പ്രശ്നം പൊലിപ്പിച്ചു നിർത്തിക്കൊണ്ട് ദേശീയ മാധ്യമങ്ങളും ഒപ്പം കേരളത്തിലെ ചില സംഘപരിവാര അനുകൂല ചാനലുകളുമൊക്കെ, ആ ചാനലുകൾ ഏതൊക്കെയാണെന്ന് നമുക്കറിയാം, രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പ്രശ്നം ഇങ്ങനെ ഊതി വീർപ്പിച്ച് നിർത്തിക്കൊണ്ട് രാഹുൽ ഗാന്ധിയുടെ ബീഹാറിലെ യാത്രയുടെ പൊലിമ കുറയ്ക്കുവാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ കിട്ടുന്ന റിപ്പോർട്ടുകൾ വലിയ ചലനങ്ങൾ ഉണ്ടാക്കുന്നു. രാഹുൽ ഗാന്ധിയുടെ യാത്ര തേജസ്വി യാദവ് സാരഥ്യം ഏറ്റെടുത്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വാഹനം ഓടിച്ചുകൊണ്ടാണ് ഇപ്പോൾ ബീഹാറിൻ്റെ ഗ്രാമാന്തരങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നത്. അത് വലിയ ഇമ്പാക്റ്റുകൾ, വലിയ ചലനങ്ങൾ ബീഹാറിലെ ഗ്രാമങ്ങളിൽ ഉണ്ടാക്കുന്നു എന്ന വാർത്ത ഒടുവിൽ ദേശീയ മാധ്യമങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടി വരുന്നു എന്നതാണ്. അതായത് ബീഹാറിലെ അടിസ്ഥാന വർഗങ്ങളുടെ വോട്ടാണ് വെട്ടിമാറ്റിയിരിക്കുന്നത്. യാദവർ ഉൾപ്പെടുന്ന, മുസ്ലിങ്ങൾ ഉൾപ്പെടുന്ന, ദളിതർ ഉൾപ്പെടുന്ന ആളുകളുടെ വോട്ടാണ് വെട്ടിമാറ്റിയിരിക്കുന്നത്. അത് ഗ്രാമീണ ജനങ്ങളെ ബോധവത്കരിക്കുവാൻ രാഹുൽ ഗാന്ധിക്ക് കഴിയുന്നു എന്ന രീതിയിലുള്ള വലിയ വിശകലനങ്ങൾ നടക്കുന്നുണ്ട് ഈ അവസരത്തിൽ. പ്രത്യേകിച്ചും ഈ അവസരത്തിലാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഒരു ബില്ല് കൊണ്ടുവരുന്നത്. അറസ്റ്റിലാകുന്ന നേതാക്കന്മാരെ അധികാരത്തിൽ നിന്ന് പുറത്താക്കുവാൻ വ്യാപ്തമായ ഒരു ബില്ല് കൊണ്ടുവരുന്നത്. അതൊരു പക്ഷേ ഈ ബീഹാർ ഇലക്ഷനിൽ ഫലം അനുകൂലമല്ലെങ്കിൽ കുറച്ചധികം ആളുകൾ, പാർട്ടികൾ, നേതാക്കന്മാരൊക്കെ BJP സർക്കാരിനുള്ള പിന്തുണ പിൻവലിക്കുവാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയുള്ള ആളുകളെ, പാർട്ടികളെയും നേതാക്കന്മാരെയും ഒക്കെ ഭീഷണിപ്പെടുത്തി ഒപ്പം നിർത്താനാണ് ഇങ്ങനെ ഒരു ബില്ലുമായി മുന്നോട്ട് പോകുന്നതെന്ന വാർത്തയും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്തായാലും രാഹുൽ ഗാന്ധിയുടെ ആരോപണങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷന് വ്യക്തമായ മറുപടി നൽകുവാൻ കഴിയുന്നില്ല. രാഹുൽ ഗാന്ധിയുടെ ആരോപണങ്ങൾക്ക് ശേഷം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖം എന്ന് വെച്ചാൽ അതൊരു പ്രഹസനം മാത്രമായിരുന്നു. 7 ദിവസത്തിനകം തെളിവുകൾ സാക്ഷ്യപത്രത്തോടൊപ്പം നൽകിയില്ലെങ്കിൽ വോട്ടർമാരോട് മാപ്പ് പറയണം എന്നൊരു നിർദ്ദേശമാണ് രാഹുൽ ഗാന്ധിക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയിരിക്കുന്നത്. പക്ഷേ രാഹുൽ ഗാന്ധി അതൊക്കെ തൃണവൽക്കരിച്ചുകൊണ്ട് തന്നെ ഗ്രാമങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നു. ബീഹാറിലെ വലിയ പ്രതിഫലനങ്ങളൊക്കെ രാഹുൽ ഗാന്ധിയുടെ യാത്രയോടനുബന്ധിച്ച് ബീഹാറിലെ ഗ്രാമങ്ങൾ ഉണ്ടാകുന്നു എന്ന രീതിയിലുള്ള വാർത്തകൾ തന്നെയാണ് പുറത്തു വരുന്നത്. ഒരുപക്ഷെ ബീഹാറിൽ RJDയും കോൺഗ്രസും നേതൃത്വം നൽകുന്ന മുന്നണി അധികാരത്തിലെത്തിയേക്കാം എന്ന രീതിയിൽ വിശകലനങ്ങൾ വരികയാണ്. പ്രത്യേകിച്ചും തേജസ്വി യാദവ് ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ ഒരു ഡ്രൈവറുടെ ഉദ്യമം ഏറ്റെടുത്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വാഹനം ഓടിച്ചുകൊണ്ട് തന്നെ ഗ്രാമങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നു. തേജസ്വി യാദവ് ഇപ്പോൾ പറയുന്നത് രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകുവാൻ വോട്ടു ചെയ്യണമെന്നാണ് ബീഹാർ നിയമസഭയിലേക്ക്. എന്തായാലും ബീഹാറിലെ വലിയ ഒരു രാഷ്ട്രീയ മാറ്റം അത് കേന്ദ്ര സർക്കാരിൻ്റെ നിലനിൽപ്പിനെ തന്നെ ബാധിച്ചേക്കാമെന്ന രീതിയിൽ വലിയ വിശകലനങ്ങൾ വരുന്നുണ്ട്. ഒപ്പം തന്നെ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. CP രാധാകൃഷ്ണനെ, തമിഴ്നാട്ടുകാരനായ രാധാകൃഷ്ണനെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയാക്കിയതോടുകൂടി ഇന്ത്യ സഖ്യത്തെ പൊളിക്കാം എന്ന ഒരു നിഗമനം BJP പുലർത്തിയിരുന്നു. കാരണം CP രാധാകൃഷ്ണൻ ഒരു തമിഴ്നാടുകാരനാണ്. തമിഴ്നാട് പ്രാദേശിക രാഷ്ട്രീയം പുലർത്തുന്ന DMKയുടെ വോട്ട് BJPക്ക് അനുകൂല NDAക്ക് ലഭിക്കും എന്ന ഒരു നിഗമനം ഉണ്ടായിരുന്നു. BJP CP രാധാകൃഷ്ണനെ ഈ സ്ഥാനത്തേക്ക് സ്ഥാനാർത്ഥിയായി നിയോഗിക്കുമ്പോൾ. കാരണം CP രാധാകൃഷ്ണനും ഒപ്പം സ്റ്റാലിനുമൊക്കെ നല്ല സൗഹൃദം പുലർത്തുന്ന ആളുകളാണ്. DMKയുടെ നേതാവ് സ്റ്റാലിന് കുടുംബപരമായി തന്നെ ബന്ധമുള്ള BJP നേതാവാണ് മുൻ കോയമ്പത്തൂർ MP കൂടിയായ CP രാധാകൃഷ്ണൻ. അതുകൊണ്ട് തന്നെ CP രാധാകൃഷ്ണനെ പിന്തുണയ്ക്കുന്നതോടുകൂടി DMK ഒപ്പം നിർത്താമെന്ന് BJP വ്യാമോഹിച്ചിരുന്നു. പക്ഷേ രാഹുൽ ഗാന്ധിയുടെ സമയോചിതമായ ഇടപെടലുകൾ, കാരണം വോട്ട് ചോരി യാത്രയുമായി ബന്ധപ്പെട്ട് വലിയ പ്രകമ്പനങ്ങൾ രാജ്യത്ത് നടക്കുമ്പോൾ DMK ഒപ്പം ഉണ്ടാക്കണമെന്ന് രാഹുൽ ഗാന്ധി സ്റ്റാലിന് നിർദ്ദേശം നൽകി. അതുകൊണ്ട് തന്നെ സ്റ്റാലിൻ ഇപ്പോൾ CP രാധാകൃഷ്ണനെ പിന്തുണയ്ക്കുന്നില്ല. മറിച്ച് ഇന്ത്യയുടെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥി സുദർശൻ റെഡ്ഡിയെയാണ് പിന്തുണയ്ക്കുന്ന രീതിയിലുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ്. അങ്ങനെ DMK ഒപ്പം നിർത്താമെന്നുള്ള BJPയുടെ പദ്ധതി പൊളിഞ്ഞു. മറ്റേ ഒരു ചെക്ക് കൂടി നൽകിയാണ് ഇപ്പോൾ ഇന്ത്യ മുന്നണി BJP. കാരണം സുദർശൻ റെഡ്ഡി ഒരു ആന്ധ്രാപ്രദേശുകാരനാണ്. ഇപ്പോൾ തെലുങ്ക് ദേശം ഈ ആന്ധ്രാക്കാരനായതുകൊണ്ട് സുദർശൻ റെഡ്ഡിയെ പിന്തുണയ്ക്കുമോ എന്ന ഒരു ചോദ്യം ഉയരുകയാണ്. BJP എങ്ങനെ പ്രാദേശികവാദം ഉയർത്തി ഇന്ത്യ മുന്നണിയുടെ ഐക്യത്തെ തകർക്കാൻ ശ്രമിച്ചോ അതേ പ്രാദേശികവാദം മുന്നോട്ടിട്ട് കൊടുത്തുകൊണ്ട് ആന്ധ്ര ബേസ് ചെയ്ത് പ്രവർത്തിക്കുന്ന തെലുങ്കുദേശം പാർട്ടിയെ ഒപ്പം നിർത്താനുള്ള ശ്രമങ്ങൾ ഇന്ത്യ മുന്നണി നടത്തുന്നു എന്ന രീതിയിലുള്ള വലിയ ഒരു രാഷ്ട്രീയ അവലോകനം മാധ്യമങ്ങൾ നിലനിൽക്കുകയാണ്. മറ്റൊന്നും, ഇടതുപക്ഷ പാർട്ടികളും രാഹുൽ ഗാന്ധിയുടെ ഒരു നേതൃത്വം അംഗീകരിക്കുന്നു എന്ന രീതിയിലുള്ള പ്രസ്താവനകൾ പുറത്തു വരികയാണ്. പ്രത്യേകിച്ചും കേരളത്തിൻ്റെ രാഷ്ട്രീയ സാഹചര്യം മുൻനിർത്തി ഇടതുപക്ഷ പാർട്ടികൾ CPM CPI ഒക്കെ BJPയുടെ ആരോപണം ഏറ്റെടുത്ത് രാഹുൽ ഗാന്ധിയെ പപ്പു എന്നൊക്കെ വിളിക്കുന്നുണ്ടെങ്കിലും രാഹുൽ ഗാന്ധി ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളിൽ ഉണർത്തിവിടുന്ന പുതിയ രാഷ്ട്രീയ
സമവാക്യങ്ങൾ അത് CPM അംഗീകരിക്കുന്നു എന്ന രീതിയിൽ തന്നെയാണ് മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത്. അഖിലേഷ് യാദവ് അദ്ദേഹം തന്നെ സമ്മതിക്കുന്നുണ്ട്, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധി ഉയർത്തിയ ഈ ജാതി സെൻസസ് അത് തങ്ങൾക്ക് UPയിൽ വലിയ വിജയങ്ങൾ നേടിത്തരുന്നതിന് സഹായകമായി എന്ന് അഖിലേഷ് യാദവിൻ്റെ തന്നെ ഒരു പ്രസ്താവന ഈ അടുത്ത ദിവസങ്ങളുണ്ടായിരുന്നു. മാത്രമല്ല, ഇപ്പോൾ ചില രാഷ്ട്രീയ നിരൂപകരൊക്കെ ചൂണ്ടിക്കാണിക്കുന്നത് ഒറീസയിൽ ബിജു ജനതാദളിൻ്റെ സ്ഥാനം, അതായത് ബിജു ജനതാദൾ BJPയുടെ ഒരു തള്ളിക്കയറ്റത്തിൽ ബിജു ജനതാദളിൻ്റെ സ്ഥാനം ഒറീസയിൽ അപ്രത്യക്ഷമാകുകയാണ്. ബിജു ജനതാദൾ പരാജയത്തിലേക്ക് പടുകുഴിയിലേക്ക് വീഴുകയാണ്. കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ കോൺഗ്രസ് അവിടെ സീറ്റുകൾ നേടിയിരുന്നു. ഒറീസയിൽ കോൺഗ്രസ് തിരിച്ചു വരുന്നു, രാഹുൽ ഗാന്ധിയുടെ ചിറകിലേറി എന്ന വാർത്തയും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഒപ്പം ഡൽഹിയിലും പഞ്ചാബിലുമൊക്കെ രാഹുൽ ഗാന്ധി ഒന്ന് ഇറങ്ങി നടന്നാൽ കോൺഗ്രസിൻ്റെ പഴയ പ്രതാപം തിരിച്ചു പിടിക്കാം എന്ന വലിയ നിഗമനം മാധ്യമങ്ങൾ നടക്കുന്നുണ്ട് എന്നതും വലിയ പ്രത്യേകതയാണ്. ഈ RJDയും കോൺഗ്രസും നേതൃത്വം നൽകുന്ന മുന്നണി ഒരുപക്ഷെ ബീഹാറിൽ നവംബറിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ ഏറാനുള്ള വലിയ സാധ്യതകൾ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നു എന്നതും ഈ അവസരത്തിൽ വലിയ പ്രാധാന്യമാണ്. കാരണം കഴിഞ്ഞ 2020 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വലിയ പരാജയം ഏറ്റുവാങ്ങിയിരുന്നു. കോൺഗ്രസിൻ്റെ ഒരു പരാജയമില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ അവിടെ തേജസ്വി യാദവ് നേതൃത്വം നൽകുന്ന RJD നേതൃത്വം നൽകുന്ന മുന്നണി അധികാരത്തിലെത്തുമായിരുന്നു. കാരണം RJDയും ഇടതുപക്ഷ പാർട്ടികളുമൊക്കെ വലിയ മികച്ച പ്രകടനമാണ് 2020 നിയമസഭാ ഇലക്ഷനിൽ ബീഹാറിൽ കാഴ്ചവെച്ചത്. പക്ഷേ കോൺഗ്രസിന് 70 സീറ്റുകൾ നൽകിയെങ്കിലും 19 സീറ്റുകൾ മാത്രമാണ് 2020 വിജയിക്കാൻ കഴിഞ്ഞത്. അതുകൊണ്ട് തന്നെ ഈ 2025 ഇലക്ഷനിലോട്ട് വന്നപ്പോൾ RJD കോൺഗ്രസിൻ്റെ പഴയ 70 സീറ്റുകൾ കുറച്ച് 50 സീറ്റുകൾ മാത്രം നൽകിയാൽ മതി, ആ സീറ്റുകൾ RJDയും ഒപ്പം ഇടതുപക്ഷ കക്ഷികളും കൂടി വീതിച്ചെടുക്കാം എന്ന തീരുമാനത്തിലെത്തിയിരുന്നു. പക്ഷേ ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ യാത്രയുമായി ബന്ധപ്പെട്ട് വലിയ പ്രകമ്പനങ്ങൾ ബീഹാറിലുണ്ടാകുമ്പോൾ ഒരുപക്ഷെ 70 സീറ്റിൽ കൂടുതൽ കോൺഗ്രസിന് കൊടുത്തേക്കാവുന്ന ഒരു തീരുമാനത്തിലേക്ക് RJD എത്തിയേക്കാം എന്ന വലിയ നിഗമനം തന്നെ മാധ്യമങ്ങൾ നടത്തുന്നുണ്ട്. മാത്രമല്ല 2024 ലോക്സഭാ ഇലക്ഷനിൽ 2020 വലിയ പരാജയം ബീഹാറിൽ ഏറ്റുവാങ്ങിയ കോൺഗ്രസ് 2024 ലോക്സഭാ ഇലക്ഷൻ വരുമ്പോൾ വളരെ ഭേദപ്പെട്ട പ്രകടനം ബീഹാറിൽ കാഴ്ചവെക്കുന്നുണ്ട്. കാരണം ബീഹാറിൽ കോൺഗ്രസ് 9 സീറ്റുകൾ മത്സരിച്ചു, 3 സീറ്റുകൾ കോൺഗ്രസ് നേടുന്നുണ്ട്. 9 സീറ്റുകൾ മത്സരിച്ച കോൺഗ്രസ് 3 സീറ്റുകൾ നേടുന്നുണ്ട്. RJD 23 സീറ്റുകൾ മത്സരിച്ച് 4 സീറ്റുകൾ മാത്രമാണ് നേടുന്നത്. CPIM 2 സീറ്റിൽ മത്സരിച്ച് 2 സീറ്റുകൾ, അവർ 2 സീറ്റുകൾ വളരെ വലിയ സ്വാധീനമുള്ള 2 സീറ്റുകൾ മത്സരിച്ച് ആ 2 സീറ്റുകൾ നേടുന്നുണ്ട്. RJDയെക്കാളും വലിയ മികച്ച പ്രകടനം കോൺഗ്രസിന് ലോക്സഭാ ഇലക്ഷനിൽ ബീഹാറിൽ കാഴ്ചവെക്കാൻ കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ RJD ഇപ്പോൾ കോൺഗ്രസിനെ വല്ലാതെ പരിഗണിക്കുന്നുണ്ട് ബീഹാറിൽ എന്ന വാർത്തയും പുറത്തു വരികയാണ്. അതായത് ഒരുപക്ഷെ 2025 നിയമസഭാ ഇലക്ഷൻ കോൺഗ്രസും RJD സഖ്യത്തിൻ്റെ വിജയത്തോടുകൂടി കേന്ദ്രമന്ത്രിസഭയ്ക്ക് ഇളക്കങ്ങൾ സംഭവിച്ചേക്കാം. അതിൻ്റെ പ്രതിഫലനങ്ങൾ 12 സീറ്റുകളുള്ള നിതീഷ് കുമാറിൻ്റെ ജനതാദൾ യുണൈറ്റഡ് ബീഹാറിൽ പരാജയപ്പെട്ടാൽ കേന്ദ്ര ഗവൺമെൻറ്റിനുള്ള പിന്തുണ പിൻവലിച്ചേക്കാം എന്നുള്ള രാഷ്ട്രീയ നിഗമനങ്ങൾ നടക്കുകയാണ്. അങ്ങനെ ഒരു പിന്തുണ പിൻവലിക്കലുണ്ടായാൽ അതിൻ്റെ പ്രതിഫലനം തെലുങ്കുദേശം പാർട്ടിയിലും ഉണ്ടാകാം. തെലുങ്കുദേശത്തിന് 16 MPമാരുള്ളത്, അവരും ഒരുപക്ഷെ പിന്തുണ പിൻവലിച്ചേക്കാം. പിന്നെ തുടരെ പ്രാദേശിക പാർട്ടികൾ ഈ NDA സഖ്യത്തിൽ നിന്ന് പിന്മാറാനുള്ള സാധ്യത ഉള്ളതായ രാഷ്ട്രീയ വിശകലനങ്ങൾ വരികയാണ്. ബീഹാറിൻ്റെ ഇലക്ഷൻ അത് ഇന്ത്യ സഖ്യത്തിന് അനുകൂലമായാൽ ഇന്ത്യയിൽ രാഷ്ട്രീയ കാലാവസ്ഥയ്ക്ക് വലിയ വ്യതിയാനങ്ങൾ ഉണ്ടാകുമെന്ന വിലയിരുത്തൽ മാധ്യമങ്ങൾ നിറയുകയാണ്. തൽക്കാലം ഈ വീഡിയോ ഇവിടെ വാങ്ങുകയാണ്. മറ്റു വീഡിയോയുമായി കാണുന്നവരെ നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.